പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭിഷഗ്വരന്മാരുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പന്താലയോന്റെ തിരുനാളായിരുന്നു. മാക്സിമാനിയൂസ് ചക്രവർത്തിയുടെ ഭിഷഗ്വരനായി ഡോക്ടറായിട്ട്, കുടുംബ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. കൊട്ടാരത്തിലെ വിഗ്രഹാരാധനാസക്തിയെപ്പറ്റി കേട്ട് ക്രിസ്തുമതം ഉപേക്ഷിച്ച പന്താലയോൻ. അതായത് അത്രയ്ക്ക് കൊട്ടാരത്തിലെ ഡോക്ടർ എന്ന് പറയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പോകണം. അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഗുണങ്ങളുണ്ടാവും. അങ്ങനെ അവരുടെ രീതിക്കനുസരിച്ച് പോയിരുന്ന ഒരാൾ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഹെർമാലൂസ് എന്ന് പറയുന്ന ഒരു വൃദ്ധ പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കുകയും സഭയുടെ മടിത്തട്ടിലേക്ക് വീണ്ടും ആനയിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന ഒരാൾ പിന്നീട് ആഗ്രഹിക്കുന്നത് തൻ്റെ തെറ്റിന് രക്തസാക്ഷിത്വം കൊണ്ട് പരിഹാരം ചെയ്യണം. ആ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഡയക്ലീഷ്യൻ്റെ മതപീഡന കാലത്ത് ശക്തമായിട്ടുള്ള ക്രിസ്തുവിശ്വാസം അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ശിരസ് ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ഭിഷഗ്വരന്മാരുടെ മധ്യസ്ഥനായി പന്താലയോൻ അറിയപ്പെടുന്നുവെന്ന് നമ്മുടെ സഭയുടെ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലാണ്. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. അതാണ് നിനക്ക് വന്നുപോയ തെറ്റ്. തെറ്റിപ്പോകുന്നതിലല്ല, തെറ്റി തന്നെ ജീവിക്കുന്നതിലാണ് പ്രശ്നം എന്നൊക്കെ നമുക്ക് പണ്ടേ തുടങ്ങി നമ്മൾ ധ്യാനിക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ അതിന് തെറ്റിലേക്ക് വന്ന് പെട്ടുപോകുന്നു സാഹചര്യങ്ങൾ കൊണ്ട്. അത് അറിവില്ലായ്മ കൊണ്ട് അതിൽ തന്നെ തുടരുന്നു. എന്നാൽ പറഞ്ഞു കൊടുക്കാൻ ഒരാളുള്ളപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോരുന്നു. എന്നിട്ട് അതിന് പരിഹാരം ചെയ്യുന്നു ജീവിതം കൊണ്ട്. സ്വന്തം ജീവിതം ആരെ തള്ളിപ്പറഞ്ഞാണ് ജീവിച്ചിരുന്നത് അതേ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ബലിയായി അർപ്പിച്ചുകൊണ്ട് ഒരാൾ പരിഹാരം ചെയ്യുന്നു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു എന്നുള്ള വിധിവാചകത്തിൽ നിന്ന് ഒരാളുടെ ജീവിതം രക്ഷിക്കപ്പെടുന്നതിൻ്റെ കഥയാണ് വിശുദ്ധ പന്താലയോൻ്റെ. ഒന്നാമത്തെ വായന നമ്മൾ വായിക്കുന്ന വളരെ രസകരമായിട്ട് കർത്താവ് അത് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അവസാനത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പ്രവാചകനോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു. എന്നാൽ അത് അവർ കൂട്ടാക്കിയില്ല. എന്തൊരു ഭയങ്കരമായിട്ടുള്ള ആരോപണമാണെന്ന് ആലോചിച്ച് നോക്കണേ. കർത്താവ് പറയാണ് അരക്കച്ച അരയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ. അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അരയോടിങ്ങനെ അരക്കച്ച ചേർന്ന് കിടക്കുന്നത് പോലെ യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന്, ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ആഗ്രഹിച്ചത്. അവരിങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായി. അവരെൻ്റെ ജനമായിരിക്കണം, അവരെൻ്റെ കീർത്തിയായിരിക്കണം, അവരെൻ്റെ അഭിമാനമായിരിക്കണം, അവരെൻ്റെ മഹത്വമായിരിക്കണം എന്നാഗ്രഹിച്ച് കർത്താവ് പറയാണ്, നിങ്ങൾ അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ എന്നോട് ചേർന്നിരിക്കുക. പക്ഷേ അതവർ കൂട്ടാക്കിയില്ല. അവിടെയാണ് വളരെ വളരെ ആഴത്തിലുള്ളൊരു ആരോപണമാണ്. എന്നാലും അതവർ കൂട്ടാക്കിയില്ല, അവർ മൈൻഡ് ചെയ്തില്ല എന്ന് പറയണേ. അങ്ങനെ കർത്താവിൽ നിന്ന് അകന്നുപോയ ഒരാൾ തിരിച്ചു വരാനായിട്ട് കാണിച്ച തീക്ഷ്ണതയുടെ തിരുനാളാണ് ഇത്, വിശുദ്ധ പന്താലയോൻ്റെ തിരുനാൾ. നമ്മൾ എവിടെ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഒരരക്കച്ച ഇങ്ങനെ അരയോട് ചേർന്ന് കിടക്കുന്നത് പോലെ കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് കർത്താവിൻ്റെ മകനാണ്, മകളാണെന്നുള്ള വലിയ മഹത്വമാണ്. കർത്താവിൻ്റെ കീർത്തിയായിട്ട് ജീവിക്കാനായിട്ടുള്ള, കർത്താവിൻ്റെ അഭിമാനവും മഹത്വവുമായി ഈ ലോകത്തിൻ്റെ മുൻപിൽ നിലകൊള്ളാനും ഉയർന്നു നിൽക്കാനുമുള്ള അവസരമാണ് തരാൻ പോണേ. നമ്മളത് കൂട്ടാക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഈശോയോട് ചേർന്ന് നിൽക്കാൻ, കർത്താവിനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കാൻ ഞാൻ എന്താ ചെയ്തിട്ടുള്ളേ? അകന്ന് നിൽക്കുവാണെങ്കിൽ ഒന്ന് തിരിച്ചു വായോ. വചനം പറയുന്നത് പോലെ അവനിൽ നിന്ന് അകന്നു പോകാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ നീ തിരിച്ചു വാ. എവിടെ നിന്നാണ് വീണു പോയതെന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വാ. കർത്താവെ, തിരിച്ചു വരാനായിട്ടുള്ള കൃപ തരണമേ എന്ന്, തെളിച്ചം തരണമേ എന്ന്.
ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്നുള്ള ബോധ്യം തരണമേ എന്ന്, നിന്നെ കൂട്ടാക്കാതെ പോയ നിമിഷങ്ങളെക്കുറിച്ചുള്ള വലിയ പശ്ചാത്താപം തരണമേ എന്ന്, നീ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ള വലിയ കൃപ മനസ്സിലാക്കാനായിട്ടുള്ള അനുഗ്രഹം തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അരക്കച്ച അരയോട് ഒട്ടിക്കിടക്കുന്നത് പോലെ ഒട്ടിക്കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യാതിരുന്ന മനുഷ്യർക്ക് എന്ത് പറ്റുമെന്നാണ് പ്രവാചകനോട് ആദ്യത്തെ ഉദാഹരണത്തിലൂടെയൊക്കെ കർത്താവ് പറയണത്. നീ ഒരു ചണവസ്ത്രം വാങ്ങി ഉടുത്ത വസ്ത്രം യൂഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ പാറയിടുക്കിൽ ഒളിച്ചു വയ്ക്കുക. അതനുസരിച്ച് ഞാൻ ചെയ്തു. അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ചെന്ന് അത് അരക്കച്ച അവിടെ നിന്ന് തിരികെ എടുക്കുക. അരക്കച്ച ഒളിപ്പിച്ചെടുത്ത് ചെന്നെടുക്കുമ്പോൾ അതിങ്ങനെ ജീർണിച്ചു പോയിരുന്നു. അതുപോലെ എന്നോട് ചേർന്നിരിക്കുന്നില്ലെങ്കിൽ ജീർണിച്ചു പോകുന്ന പറയണേ. ഈ ഇങ്ങനെ വലിയ പ്രയാസങ്ങളുടെ ഭാരം പെടുത്തുന്ന വചനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ധ്യാനിച്ചത്. ഇതൊക്കെ മാറ്റിവെച്ചാലും കർത്താവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അരക്കച്ച ഇങ്ങനെ അരയോട് ചേർന്നിരിക്കാനുള്ളതാണ്. അത് പാറയിടുക്കിൽ കൊണ്ടുപോയി ഇടാനുള്ളതല്ല. ജീർണിച്ചു പോകും. കർത്താവിനോട് ഒട്ടിക്കിടക്കേണ്ട മനുഷ്യര് മറ്റു പലയിടങ്ങളിലും അലഞ്ഞു നടക്കാനുള്ളവരല്ല, ജീർണിച്ചു പോകും. അവരെ എന്നെ കൂട്ടാക്കിയില്ല, അവരെ കൂട്ടാക്കിയില്ല, എൻ്റെ ആഗ്രഹം കൂട്ടാക്കിയില്ല. ദൈവത്തിന്റെ പരാതിയാണ്. അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യരായി തീരാനായിട്ടുള്ള കൃപ തരണമേ, സ്നേഹം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അവിടുത്തെ ജനവും അവിടുത്തെ കീർത്തിയും അവിടുത്തെ അഭിമാനവും അവിടുത്തെ മഹത്വവുമായി നിലകൊള്ളാൻ ഞങ്ങൾ എന്നും എല്ലായ്പ്പോഴും ഏതു നേരത്തും ഓരോ നിമിഷങ്ങളിലും അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ എന്ന വലിയ അപേക്ഷയോടുകൂടെ, കൃപ നിറയാനായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.